എല്ലാവർക്കും ഷെഫ് ടോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ബീഫ് റോസ്റ്റാണ്. നമ്മൾ ബീഫ് റോസ്റ്റ് ഒരുപാട് ചെയ്തിരുന്നു. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ. ബീഫ് പെപ്പർ റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ച് നല്ല ഡാർക്ക് കളറിൽ അതിനോടുകൂടി തന്നെ വഴറ്റിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സിമ്പിൾ മെത്തേഡാണിത്. ഇതെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമ്മളിന്ന് അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമോളം ബീഫ് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ബീഫ് ഫ്രൈ കട്ട് ചെയ്യുന്ന പോലെ അതിനധികം ഫാറ്റ് ഇല്ലാണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 4-5 പ്രാവശ്യം കഴുകി ഇതിനൊരു ബ്ലഡ് ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടുകയാണ്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പം നമുക്ക് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി കുക്കറിൽ നമുക്ക് കുക്ക് ചെയ്യുന്നത് ശരിക്കും ബീഫ് ഇത്രയും ചെയ്യുന്നത് ഭയങ്കര നഷ്ടമാണ്. നമ്മളിപ്പോൾ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം മാറ്റുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള മസാല ഇതിൽ ആഡ് ചെയ്യുക. ഇപ്പം നമ്മളിതിൽ മെയിൻ കണ്ടൻ്റാണ് ഈ ബീഫിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ബീഫ് പൂരിയും അതിലൽപ്പം സവോള, അല്പം കറിവേപ്പില, അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമ്മൾ അതിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ. ഇനി നമ്മളതിൻ്റെ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് സോയാ സോസ്, ഇതിൻ്റെ കറക്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് മസ്റ്റായിട്ട് നമ്മൾ ഇടണം. അതിൽ സോയാ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കളർ കുറച്ച് ശരിക്കും ഡാർക്കായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് സോയാ സോസ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എല്ലാ മീറ്റ് ബോയിൽ ചെയ്യുമ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്കതനുസരിച്ച് ഞാൻ കുറച്ചും കൂടി ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോയാ സോസ് ഇട്ട് കൊടുക്കുന്നതും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാത്തതും. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് രണ്ടും ചെയ്യാം. എല്ലാം ഓപ്ഷനാണ്. ഇനി അതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇപ്പം തന്നെ ഒരു ബീഫിന് നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓയിലും പിന്നെ അല്പം കുരുമുളക് പൊടി, നമ്മൾ പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് അല്പം കുരുമുളക് പൊടി. നിങ്ങൾ അതിലേക്ക് ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറിൽ നമ്മൾ അല്പം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും മസാല ചേർത്ത് നമ്മളിതിനെ അടച്ച് ബോയിൽ ചെയ്യണം. ഒരു 4 വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ ഇത് ഓപ്പൺ ആക്കുന്നത് ഒരു 10-15 മിനിറ്റോളം അതിൻ്റെ എയർ ഫുള്ള് പോയതിന് ശേഷം മാത്രമേ ഓൺ ആക്കാവുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബീഫ് ശരിക്കും വെന്തു. പാനിൽ എൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തു. നമ്മളിതിലേക്ക് അല്പം വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ 2 മുഴുവൻ സവാള വലുത് നോക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തു. ഇതിന് നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു 2 വലിയ തക്കാളി നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുളിരസം എല്ലാം ഇതിലേക്ക് പോവുകയും ചെയ്യും. ശരിക്കും ഒരു നല്ല മിക്സിംഗ് ആയിട്ട് ഇത് വരികയും ചെയ്യും. നമ്മൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ശരിക്കും സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് എന്തുമാത്രം വരണ്ട് വരുന്നു അത്രയും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. വളരെ സ്ലോ ഫയറിൽ തന്നെ ചെയ്യുക. അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഫയറിൽ നല്ല രീതിയിൽ വരട്ടിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ശരിക്കും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ശരിക്കും ഇതിൻ്റെ കളറ് മാറി നല്ല രീതിയിൽ അതിൻ്റെ പച്ചപ്പെല്ലാം പോയി കഴിയുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടിടുന്നത് ഇതിലേക്ക്. ഇനി അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം നിറച്ച് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതിയാവും. നമ്മുടെ ബീഫിൽ അത്യാവശ്യം മസാലയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മസാല വേണം ഇതിൽ ആഡ് ചെയ്യാൻ. ഇതിൽ ശരിക്കും അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി ആ ഓയിൽ മയം ശരിക്കും മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഇനി നമ്മളതിലേക്ക് സ്റ്റോക്കോട് കൂടിയ ബീഫ്, ആ വെള്ളം നമ്മൾ തുള്ളി പോലും കളയുന്നില്ല. ആ വെള്ളമാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്.
ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. വളരെ സ്ലോ ഫയറിൽ വേണം ഇത് ചെയ്യാൻ. ശരിക്കും നല്ല രീതിയിൽ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് കുരുമുളകും ഗരം മസാലയും ജീരപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും മിക്സായി. ഗ്രേവിയും ബീഫും അതിൻ്റെ സ്റ്റോക്കും എല്ലാം നല്ല രീതിയിൽ ശരിക്കും മിക്സായി വന്നു. ഇനി അതിൽ നമുക്ക് തേങ്ങാപ്പാൽ, 1 പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കളറിന് ചെറിയൊരു വേരിയേഷൻ വരും. ഇത് ചിലപ്പോൾ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു ഡാർക്ക് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇടാതിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് ഇത് കിട്ടുന്നത്. പെരിഞ്ചീരവും കുരുമുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബീഫിൻ്റെ എല്ലാ ഐറ്റം ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കും പോലെ ജസ്റ്റ് ഓയിലിലിട്ടത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഗാർണിഷിനായിട്ട് ഒരു തക്കാളിയുടെ പകുതി നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടു. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളതും നല്ല ഫ്ലേവറുള്ള ഐറ്റമാണത്. ഇതിൽ മഞ്ഞപ്പൊടി ഇട്ട കുറച്ചും കൂടി ലൈറ്റ് കളറിൽ കിട്ടും. നമ്മൾ മഞ്ഞപ്പൊടി ഇടാത്തതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളറിൽ നിൽക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ഗാർണിഷിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.